ഹലോ ഫ്രണ്ട്സ്, സ്പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദി അർത്ഥം മനസ്സിലാക്കി പഠിക്കാം. ഹിന്ദി എളുപ്പത്തിൽ പഠിക്കാം. അതെങ്ങനെയാ ഹിന്ദിയിൽ പറയാ? ആസാനി സേ ഹിന്ദി സീക്കേ. ആസാനി എന്ന് പറഞ്ഞാൽ എളുപ്പം, ആസാൻ എന്ന് പറഞ്ഞാൽ എളുപ്പം, ആസാനി സേ എളുപ്പത്തിൽ. ഹിന്ദി തന്നെ, സീക്കേ പഠിക്കാം. ആസാനി സേ ഹിന്ദി സീക്കേ, ഹിന്ദി എളുപ്പത്തിൽ പഠിക്കാം. ആസാന്റെ ഓപ്പോസിറ്റ് ആണ് മുഷ്കിൽ. ആസാനി എന്ന് പറഞ്ഞാൽ എളുപ്പം, മുഷ്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടോടുകൂടി അല്ലെങ്കിൽ ഡിഫിക്കൽറ്റിയോട് കൂടി പഠിക്കുന്നതിനാണ് മുഷ്കിൽ സേ. മുഷ്കിൽ സേന്റെ ഓപ്പോസിറ്റ് വരും ആസാനി. പതുക്കെ പറയുമോ? ക്യാ ധീരെ സേ കേ സക്തേ ഹേ? ക്യാ ധീരെ സേ കേ സക്തേ ഹേ? ധീരെ എന്ന് പറഞ്ഞാൽ മെല്ലെ, പതുക്കെ. ധീരെ സേ പതുക്കെ കേ സക്തേ ഹേ, പറയാൻ പറ്റുമോ? പതുക്കെ പറയുമോ അല്ലെങ്കിൽ പതുക്കെ പറയാൻ പറ്റുമോ, എല്ലാത്തിനും ഇത് തന്നെ ഉപയോഗിക്കാം. ക്യാ ധീരെ സേ കേ സക്തേ ഹേ? മെല്ലെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ പതുക്കെ പറയുമോ? ഉച്ചത്തിൽ സംസാരിക്കരുത്. ഊഞ്ചേ സ്വർമേ ന ബോലെ. ഉച്ചത്തിൽ സംസാരിക്കൂ. ഉച്ചത്തിൽ സംസാരിക്കുന്നതിനാണ് ഊഞ്ച. ഊഞ്ച എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്വരത്തില്. ഊഞ്ചേ സ്വർമേ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്വരത്തിൽ സംസാരിക്കരുത്. ഉയർന്ന സ്വരത്തിൽ സംസാരിക്കുന്നതിന് പകരം ഉച്ചത്തിൽ സംസാരിക്കരുതെന്ന് പറയാം. നേരെ പോ. നേരെ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് പോകാനാ പറയുന്നത്. സ്ട്രെയിറ്റ് പോകാൻ പറയുന്നത് സീതാ ജാവോ. സീത എന്ന് പറഞ്ഞാല് നേരെ. വേഗത്തിൽ നടക്കൂ. തേജീസേ ചലോ. വേഗത്തിന് പറയുന്നതാണ് തേജീസേ. തേജീസേ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. ചലോ നടക്കൂ. തേജീസേ ചലോ, വേഗത്തിൽ നടക്കൂ. അതിന്റെ ഓപ്പോസിറ്റ് ആവും ധീരെ ചലോ. ധീരെ എന്ന് പറഞ്ഞാൽ മെല്ലെ, തേജി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. അപ്പം മെല്ലെ പോകാൻ പറഞ്ഞാൽ ധീരെ ചലോ, വേഗത്തിൽ പോകുന്ന പറഞ്ഞാല് തേജി ചലോ. വമ്പിച്ച വിലക്കുറവ്, ഭാരി ജൂട്ട്. വമ്പിച്ച വിലക്കുറവ് നമ്മൾ ഷോപ്പിന്റെ മുന്നിലൊക്കെ സാധാരണ കാണാല്ലേ, ഓരോ ഫെസ്റ്റിവലൊക്കെ ഉള്ളപ്പോൾ. വമ്പിച്ച വിലക്കുറവ് അതിനെ ഹിന്ദിയിൽ പറയാ ഭാരി ചൂട്ട്. ചൂട്ട് എന്ന് പറഞ്ഞാൽ വിലക്കുറവിനാണ് പറയാ. എന്തെങ്കിലും വില കുറച്ച് കൊടുക്കുമ്പോൾ ചൂട്ട് എന്ന് പറയും. ചൂട്ട്, ഭാരി ചൂട്ട്, വമ്പിച്ച വിലക്കുറവ്. സാധാരണയായി, ആം തൗർ പർ. സാധാരണയായി എന്ന് ഹിന്ദിയിൽ പറയാ ആം തൗർ പർ. ആം തൗർ പർ സാധാരണ, പൊതുവെ. പൊതുവെ എങ്ങനെയാ ഉണ്ടാവുക, അല്ലെ സാധാരണയായി ഇങ്ങനെയാ ഉണ്ടാവുക, അതിനൊക്കെ പറയുന്നത് മീൻസ് നിത്യം കണ്ടുവരുന്ന എന്തിനെങ്കിലും ഒക്കെ പറയുമ്പോൾ ആം തൗർ പർ, പതിവായി ഇങ്ങനെയൊക്കെ ഉണ്ടാവുക, ആം തൗർ പർ. വിദേശത്ത്, വിദേശ് മേ. വിദേശത്തിന് വിദേശം തന്നെ പറയാ മേ. വിദേശത്ത്, വിദേശ് മേ. വിദേശത്ത്, വിദേശ് മേ. ന്യായമായും, കാഫി ഉചിത്. കാഫി എന്ന് പറഞ്ഞാൽ ധാരാളം, നല്ല അർത്ഥമാണ്. കാഫി മാത്രം എടുക്കുകയാണെങ്കിൽ അത് ധാരാളം. ഉചിത് എന്ന് പറഞ്ഞാല് ഉചിതമായ. കാഫി ഉചിത് ന്യായമായ, അല്ലെങ്കിൽ ന്യായമായ തന്നെ. മോശമായി, ജാദാ ബുര. ജാദാ ബുര എന്ന്, ജാദാ എന്ന് പറഞ്ഞാൽ കൂടുതലുള്ളതിനെ പറയാ. ബുര എന്ന് പറഞ്ഞാല് മോശ അവസ്ഥയ്ക്കാണ് പറയുന്നത്. ബുര എന്ന് പറഞ്ഞാൽ ചീത്ത എന്നുള്ള അർത്ഥമുണ്ട്. അച്ഛ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ബുര. അച്ഛ എന്ന് പറഞ്ഞാൽ നല്ലത്, ബുര എന്ന് പറഞ്ഞാൽ ചീത്ത. ജാദാ ബുര അങ്ങനെ കൂട്ടി പറഞ്ഞാൽ അത് മോശമായി എന്നുള്ള അർത്ഥമായി. ശ്രദ്ധാപൂർവം, സാവധാനി സേ. സാവധാനി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം. സാവധാനി സേ, ശ്രദ്ധാപൂർവം. പ്രവർത്തനം, കാർവായി. പ്രവർത്തനം, കാർവായി. അവിടെ എന്തോ ഒരു കാർവായി നടക്കുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പൊ അവിടെ എന്തോ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്, നമുക്കറിയാത്ത എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് നമ്മൾ പറയും. അവിടെ എന്തോ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഉധർ കുച്ച് കാർവായി ഓരേ. ഇതുവരെ, അഭി തക്. ഇത് നിങ്ങളൊക്കെ അറിയാവുന്നതാണ്. അഭി തക്, ഇതുവരെ. ഇത് ഞാൻ തന്നെ പലവട്ടം എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അഭി തക്, ഇതുവരെ. ആരാ വന്നേ? ആരാ വന്നേന്ന് വെച്ചാൽ ആരാ വന്നത് എന്നാട്ടോ, ഇതൊരു സ്ലാങ്. കോനായ. ആരാ വന്നേന്ന് പറഞ്ഞാൽ ആരാ വന്നത്. കോനായ, കോനായ. കോൻ എന്ന് പറഞ്ഞാൽ ആര്, ആയ എന്ന് പറഞ്ഞാൽ വന്നത് അല്ലെ വരിക. ആന എന്ന് പറഞ്ഞാൽ വരിക, ആയ വന്നത്. ആരാ പോയേ? പോയെന്ന് പറഞ്ഞാൽ പോയത്. ആരാണ് പോയത്? കോൻ ഗയ. ആരാ പോയേ? കോൻ ഗയ. ആരാണ് പോയതെന്നാണ് കേട്ടോ. അത് സംസാര ഭാഷയിലേക്ക് ലേശം
ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. കോൻ ഗയ, ആയാന്നുള്ള ആനാന്നിന്റെ ഓപ്പോസിറ്റ് ആണ് ഗയ. ആരാ ഇത് കീറിയേ? ഇസേ കിസ്നെ ഫാഡ. ഫാഡ്ന എന്ന് പറഞ്ഞാൽ കീറുക എന്നാണ് അർത്ഥം. ഫാഡ്ന, പേപ്പർ ഫാഡ്ന എന്ന് പറഞ്ഞാൽ പേപ്പർ കീറുക. ഇസേ കിസ്നെ ഫാഡ, ഇത് ആരാണ് കീറിയത്. ആരാ നിന്നെ തല്ലിയേ? തുമേ കിസ്നെ മാര. കിസ്നെ എന്ന് പറഞ്ഞാൽ ആര്, ആരാണ് തുമേ നിന്നെ തല്ലിയത്, ആരാണ് നിന്നെ തല്ലിയത്. ആരാണിത് ചെയ്തത്? യേ കിസ്നെ കിയ. ആരാണിത് ചെയ്തത്? യേ കിസ്നെ കിയ. എന്ന് പറഞ്ഞാൽ ഇത്, കിസ്നെ ആര്, കിയ എന്ന് പറഞ്ഞാൽ ആരാണ് ചെയ്തത്. കിസ്നെ കിയ, ആരാണിത് ചെയ്തത്. യേ കിസ്നെ കിയ, ആരാണിത് ചെയ്തത്. ഇന്ന് രാവിലെ, ആജ് സുബ. സുബ എന്ന് പറഞ്ഞാൽ രാവിലെയാണ്, ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്. ആജ് സുബ, ഇന്ന് രാവിലെ. ഇന്നലെ രാവിലെ ആയിരുന്നെങ്കിലോ കൽ സുബ. ഇന്ന് ഉച്ചയ്ക്ക്, ആജ് ദൊപ്പഹർ. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ, ഉച്ച എന്ന് പറയുന്നതിന് ഹിന്ദിയിൽ ദൊപ്പഹർ എന്ന് പറയും. രാവിലേക്ക് സുബ, ഉച്ചയ്ക്ക് ദൊപ്പഹർ, ഈവനിങ്ങിന് പറയാ ഷാം, രാത്രിക്ക് രാത്. ഇന്ന് വൈകുന്നേരം, ആജ് ഷാം. ആജ് ഷാം എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം. ഇന്നലെ വൈകുന്നേരം ആണെങ്കിൽ കൽ ഷാം. മെനയാന്നാണെങ്കിലോ പരസോം ഷാം. ഓക്കെ, ഇന്ന് വൈകുന്നേരം ആജ് ഷാം. നാളെ രാത്രി കൽ രാത്ത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെ, കൽ രാത്ത്. ഇന്ന് രാത്രിയാണെങ്കിൽ ആജ് രാത്ത്. ഇതൊക്കെ സിമ്പിൾ സെന്റൻസ് ആണ്, പക്ഷെ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ സെന്റൻസ് ആണ് ഇതൊക്കെ. സംസാരത്തിൽ എപ്പോഴും വേണ്ടി വരും നമുക്ക്. 1 കിലോ അതോ 2 കിലോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറയാ. 1 കിലോ ആപ്പിൾ വാങ്ങിക്കൊണ്ടോ, അല്ലെ 1 കിലോ അരി വാങ്ങിക്കൊണ്ടോ. അപ്പൊ നമുക്ക് സംശയമാവും, ഒന്നാണോ പറഞ്ഞ രണ്ടാതോ. അന്നേരം ചോദിക്കുന്നതാണ് 1 കിലോ യാ 2 കിലോ. 1 കിലോ ആണോ അതോ 2 കിലോ ആണോ. 1 കിലോ യാ 2 കിലോ. യാ എന്ന് പറഞ്ഞാൽ അതോ എന്നുള്ളതിനാ. ഒന്നാണോ അതോ രണ്ടാണോ. 1 കിലോ ആണോ 2 കിലോ ആണോ. എന്താ ഒരു രുചി. അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് കേട്ടോ. എക്സ്ക്ലമേഷൻ, ഒരു ആശ്ചര്യം. ക്യാ സ്വാദ്. അപ്പോൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എപ്പോൾ ഉപയോഗിക്കുമ്പോൾ ഒരു എക്സ്ക്ലമേഷൻ ചിഹ്നവും കൂടി ഇടണം. ഒരു 1 ഇട്ടിട്ട് അതിൻ്റെ താഴെ ഒരു കുത്തും. ക്യാ സ്വാദ്, എന്താ ഒരു രുചി. എക്സ്ക്ലമേറ്ററി സെന്റൻസ് അത് ഹിന്ദിയിലോ അങ്ങനെ തന്നെ ഇട്ടേക്കണം. ക്യാ സ്വാദ്. അവസാനം, അന്തുമേ. അന്തുമേ എന്ന് പറഞ്ഞാൽ അവസാനം. അന്തുമേ, അവസാനം. ഇംഗ്ലീഷിൽ നമ്മൾ ലാസ്റ്റ് എന്ന് പറയില്ലേ, ലാസ്റ്റ്, അവസാനം. മുതൽ, തബ്സേ. എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ മുതൽ എന്ന് പറയുന്നത് തബ്സേ. അന്നേരം തൊട്ട് ഇന്നേരം വരെ എന്ന് പറയുന്നത് തബ്സേ ലേക്കർ അബി തക്. ഓക്കെ, അന്ന് മുതൽ ഇന്ന് വരെ. തബ്സേ ലേക്കർ അബ് തക്. ഏതെങ്കിലും, കോയി. കോയി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും. കോയി ബി ഏക് ഉഡാവോ, ഏതെങ്കിലും ഒന്ന് എടുത്തോളൂ. ഇപ്പൊ കുറെ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഇതിൽ ഏത് എടുക്കണം എന്ന് ചോദിച്ചാൽ കോയി ബി ഏക് ലേലോ എന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും ഒന്ന് എടുത്തോളൂ. പോകണമായിരുന്നു, ജാനാ ചയ്യേ ഥാ. ജാനാ ചയ്യേ ഥാ. ഒരിടത്ത് പോകാനുണ്ടായിരുന്നു, നമ്മൾ പോയില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുന്നതാണിത് പോകണമായിരുന്നു, ജാനാ ചയ്യേ ഥാ. നമ്മൾ പോയില്ല, അത് മിസ്സായ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ റീകളക്ട് ചെയ്യുക, പോയാലായിരുന്നു നല്ലത് എന്നുള്ള കാര്യം അല്ലെ. പോകണമായിരുന്നു, ജാനാ ചയ്യേ ഥാ. ഞാൻ നിങ്ങളെ സഹായിക്കാം, മേ ആപ്കി മദത് കരൂങ്ക. മേ ആപ്കി മദത് കരൂങ്ക, ഞാൻ നിങ്ങളെ സഹായിക്കാം. മദത് കർണ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നതിനാണ് പറയുക. ആപ്കി, നിങ്ങളെ, അല്ലെ താങ്കളെ. മേ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. മേ ആപ്കി മദത് കരൂങ്ക. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. മേ ആപ്കി മദത് നെഹീ കർ സക്ത. മേ ആപ്കി മദത് നെഹീ കർ സക്ത. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അത് മേ, എനിക്ക് പകരം മേ ഉപയോഗിച്ചത് ചില വെർബിന്റെ കൂടെയൊക്കെ മേ ഉപയോഗിക്കുമ്പോഴേക്ക് അതിന്റെ മീനിങ് മാറും കേട്ടോ. ഞാനുള്ളത് എനിക്കിന്നായി മാറും, ചില വെർബിന്റെ കൂടെ മാത്രം. എനിക്ക് ഇത്രയും ചോറ് കഴിക്കാൻ പറ്റില്ല. മേ ഇത്തന ചാവൽ നെഹീ ഖാ സക്ത. മേ, ഞാൻ, ഇത്തന, ഇത്രയും, ചാവൽ, ചോറ്. ചാവൽ എന്ന് പറഞ്ഞാൽ ചോറിനും ആയിരിക്കും ചാവൽ എന്നാ പറയാം കേട്ടോ. നെഹീ ഖാ സക്ത, എനിക്ക് തിന്നാൻ പറ്റില്ല, ഇത്രയും തിന്നാൻ പറ്റില്ല. അപ്പൊ ഈ സക്ക് എന്നുള്ള
ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവിടെ മേക്ക് എനിക്ക് എന്നുള്ള മീനിങ് വന്നത്. അത് ഉപയോഗിക്കരുത്. ഉസ്ക പ്രയോഗ് നാ കരേ. ഉസ്ക അതിന്റെ പ്രയോഗം നാ കരേ, അത് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഉപയോഗിക്കരുത്. ഉസ്ക പ്രയോഗം നാ കരേ, അത് ഉപയോഗിക്കരുത്. പ്രയോഗ കർണ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക. പ്രയോഗം നാ കരേ, ഉപയോഗിക്കരുത്. അതിനെ ഉപയോഗിക്കരുത് അല്ലെ അതിന്റെ ഉപയോഗം നടത്തരുത്, അങ്ങനെയൊക്കെ പറയാം. എന്നെ തല്ലരുത്. മുജെ മത്ത് മാരോ. മുജെ മത്ത് മാരോ. സ്കൂൾ കുട്ടികളൊക്കെ പിടിച്ചിട്ട് ടീച്ചേഴ്സൊക്കെ പണ്ടടിക്കില്ലായിരുന്നു. അന്നത്തെ കാലമില്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് അടിച്ചാൽ അവർ ജയിലിൽ പോകും. മുജെ മത്ത് മാരോ, എന്നെ തല്ലരുത്. പിന്നെ അച്ഛന്മാരും ഒക്കെ തല്ലുമായിരുന്നു. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ടീച്ചേഴ്സിനും ഒന്നും കുട്ടികളെ അടിക്കാനുള്ള അനുവാദമില്ല. മുജെ മത്ത് മാരോ, എന്നെ തല്ലരുത്. പിറുപിറുക്കരുത്. ബഡ്ബഡാവോ മത്ത്. പിറുപിറുക്കുക എന്നുള്ളതിന് ഹിന്ദിയിൽ പറയാ ബഡ്ബഡാന. ബഡ്ബഡാന എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിരിക്കില്ല, അതിന് പറയുന്ന ബഡ്ബഡാവോ മത്ത്. ബഡ്ബഡാവോ മത്ത് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കരുത്. പിറുപിറുക്കു എന്ന് പറയുന്നത് ബഡ്ബഡാവോ. ബഡ്ബഡാവോ മത്ത് എന്ന് പറയുമ്പോൾ പിറുപിറുക്കരുത്. പുകവലി പാടില്ല. ധൂമ്രപാൻ നിഷേധ്. അത് നിങ്ങൾ പല ഓഫീസിന്റെ പല ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും, ധൂമ്രപാൻ നിഷേധെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പുകവലി പാടില്ല. ധൂമ്രപാൻ നിഷേധ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന TV-യിൽ എത്രയോ പ്രാവശ്യം ആഡിൽ വരാറുണ്ടത്. ധൂമ്രപാൻ നിഷേധ്. എല്ലാ സിനിമയുടെ മുൻപേ ഇതൊന്ന് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് മുട്ടുവേദനയുണ്ടോ? ക്യാ ആപ്കെ ഗുഡ്നെ മേ ദർദ് ഹെ? ക്യാ ആപ്കെ നിങ്ങളുടെ അല്ലെങ്കിൽ താങ്കളുടെ ഗുഡ്ന എന്ന് പറഞ്ഞാൽ കാൽമുട്ടിന് പറയുന്ന, കാലിന്റെ മുട്ടിന് വേദനയുണ്ടോ? വേദനയ്ക്ക് പറയുന്നതാണ് ദർദ്. ദർദ് ഹേ ക്യാ? ദർദ് ഉണ്ടോ? വേദനയുണ്ടോ? ക്യാ അവസാനം ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഇപ്പുറം എടുത്തിടാം. ദർദ് ഹേ ക്യാ എന്ന് ചോദിക്കാം. ആപ്കെ ഗുഡ്നെ മേ ദർദ് ഹേ ക്യാ? എനിക്ക് പനിയാണ്. മുജെ ബുഖാർ ഹേ. പനിക്ക് പറയുന്നതാണ് ബുഖാർ. മുജെ എനിക്ക്. മുജെ ബുഖാർ ഹേ, എനിക്ക് പനിയുണ്ട്. ബീമാർ എന്ന് പറഞ്ഞാൽ അസുഖം വന്ന അവസ്ഥയ്ക്കും ബുഖാർ എന്ന് പറഞ്ഞാൽ പനിയാണ് കേട്ടോ. ഇന്ന് വരാൻ പറ്റില്ല. ആജ് നഹി ആസക്ത. ഇന്ന് വരാൻ പറ്റില്ല. ആജ് നഹി ആസക്ത. ഇപ്പം ആരെങ്കിലും നമ്മൾ പണിക്കൊക്കെ വിളിക്കുമ്പോൾ ഇന്ന് നിനക്കൊന്ന് വരാൻ പറ്റും ഇവിടം വരെ, അപ്പോൾ ഇന്ന് വരാൻ പറ്റില്ല. നേരെ എങ്ങനെ പറയാം? ആജ് നഹി ആസക്ത. ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. ഓക്കെ. നാളെ വരാൻ പറ്റില്ലെങ്കിലോ? കൽ നഹി ആസക്ത. നാളെ വരാൻ പറ്റില്ല. എൻ്റെ മോന് ജോലി കിട്ടി. മേരെ ബേട്ടേക്കോ നൗക്കരി മിൽ ഗയി. മേരെ ബേട്ടേക്കോ, എൻ്റെ മോന് നൗക്കരി മിൽ ഗയി. നൗക്കരി എന്ന് പറഞ്ഞാൽ ജോലിയാണ് കേട്ടോ, ജോബ്. നൗക്കരി മിൽ ഗയി, ജോലി കിട്ടി. അത് മോൾക്കാണെങ്കിലോ മേരെ ബേട്ടിക്കോ നൗക്കരി മിൽ ഗയി. മേരി ബേട്ടിക്കോ നൗക്കരി മിൽ ഗയി. ബേട്ട ഓർ ബേട്ടി. അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട്. കുച്ച് അന്യ മുദ്ദേ ബി ഹെ. കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച്, അന്യ മുദ്ദ എന്ന് പറയുന്നതിനാണ് നമ്മൾ മുദ്ദ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളാണ്. കുച്ച് എന്ന് പറഞ്ഞാൽ, കുച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലറ ചില്ലറ എന്നുള്ളതിന് അവർ ഉപയോഗിച്ചിരിക്കുന്നതാണ് കുച്ച്. അന്യമുദ്ദ എന്ന് പറഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങൾ, മറ്റു ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ, ജബ് മേ സ്കൂൾ മേ ഥാ. ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ, ഒരു കണ്ടീഷനാണ് അത്. ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു, ഞാൻ ഓടുമായിരുന്നു, ചാടുമായിരുന്നു ഒക്കെ പറയുമ്പോൾ ഈ ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ എന്നുള്ളതിന് പകരം ജബ് മേ സ്കൂൾ മേ താ. ഞാൻ സ്കൂളിൽ ആയിരുന്നപ്പോൾ. ആഘോഷം, ഉത്സവം, ഇതറിയാം. കാരണം ആഘോഷത്തിന് മലയാളത്തിലും ഉത്സവം എന്നുള്ളൊരു വേർഡുണ്ട്. ഉത്സവം ഉണ്ട് അവിടെ, അല്ലെ ആഘോഷം ഉണ്ട് അവിടെ. അത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ ഉത്സവം. നമ്മൾ ഉത്സവം എന്നാക്കും. അറിയപ്പെടുന്ന ജാനേമാനെ, ഒരു അറിയപ്പെടുന്ന വ്യക്തിയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ ഒരാളെ പറ്റി നമ്മൾ വിശേഷണം പറയുന്ന അയാൾ അറിയപ്പെടുന്ന ആളാ എന്ന് പറയുക. അറിയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ജാനേമാനെ. ജാനേമാനെ വ്യക്തി. അറിയപ്പെടുന്ന ആളാണെങ്കിൽ ജാനേമാനെ വ്യക്തി. അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണെങ്കിലോ ജാനേമാനെ ജഗഹ്. വായു മലിനീകരണം, വായു പ്രദൂഷൺ. പ്രദൂഷൺ എന്ന് പറഞ്ഞാൽ മലിനീകരണം. ഇതും നിങ്ങൾ പലയിടത്ത് TV-യിലൊക്കെ ആഡിലൊക്കെ എപ്പോഴും വരുന്ന വായു മലിനീകരണം, പ്രദൂഷൺ, വായു മലിനീകരണം. വായു എന്ന് പറഞ്ഞാൽ വായു തന്നെ. സിഗരറ്റ് വലിക്കരുത്. സിഗരറ്റ് എന്നാ പിയേ. സിഗരറ്റിന് സിഗരറ്റ് തന്നെ പറയാ. വലിക്കുന്നതിന് പറയാണ് എന്നാ പിയേ. പീനാന്ന് ഹിന്ദിയിൽ വേർഡ് ബൈ വേർഡ് നോക്കുകയാണെങ്കിൽ പീന എന്ന് പറഞ്ഞാൽ കുടിക്കുക.
എന്നാ പിയെ എന്ന് പറഞ്ഞാൽ കുടിക്കരുതെന്ന്. പക്ഷേ സിഗരറ്റ് കുടിക്കരുതെന്നല്ലല്ലോ പറയാ, സിഗരറ്റ് വലിക്കരുതെന്നാ പറയാ. അപ്പൊ വലിക്കരുത് കുടിക്കരുത് എന്നുള്ളതിനൊക്കെ എന്നാ പിയെ എന്നാണ് പറയാ. സിഗരറ്റ് നാ പിയെ, സിഗരറ്റ് വലിക്കരുത്. ഇവിടെ തുപ്പരുത്, യഹാ മത് തുക്കോ. തൂക്ന എന്ന് പറഞ്ഞാൽ തുപ്പുക. മത്ത് തുക്കോ, തുപ്പരുത്. തൂക്കോ, തുപ്പു. മത് തുക്കോ, തുപ്പരുത്. യഹാ ഇവിടെ, യഹാ മത് തുക്കോ, ഇവിടെ തുപ്പരുത്. അതും എല്ലാവരുടെയും ബോർഡ് കാണുന്ന സെന്റൻസ്, ബോർഡിൽ കാണുന്ന സെന്റൻസുകളാണ്. ഇപ്പൊ നിങ്ങൾ എവിടെയും പോയി ഈ ബോർഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം എളുപ്പത്തിൽ മനസ്സിലാവും. എനിക്ക് കല്യാണം വേണ്ട, മുജേ ഷാദി നീ ചെയ്യേ. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ എന്നൊന്നും കേൾക്കുന്ന, അല്ലെ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ പറയുന്നൊരു സെന്റൻസ് ആണിത്. എനിക്ക് കല്യാണം വേണ്ട, മുജേ ഷാദി നെഹിൻ ചെയ്യേ. മുജേ എനിക്ക് ഷാദി നെഹിൻ ചെയ്യേ, കല്യാണം വേണ്ട. ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം, ചായേ എന്ന് പറഞ്ഞാൽ വേണം, നെഹിൻ ചെയ്യേ വേണ്ട. എനിക്ക് കല്യാണം വേണ്ട, മുജേ ഷാദി നെഹിൻ ചെയ്യേ. അവൾക്ക് ഒന്നിനും താല്പര്യമില്ല. ഉസേ കിസി ബി ചീസ് മേ കോയി ദിൽജസ്പി നെഹി ഹെ. ഉസേ അവൾക്ക്, അവനാണെങ്കിലും ഉസേ എന്ന് പറയുന്നത് കേട്ടോ. കിസി ബി ഒന്നിനും, ചീസ്മേ കിസി ബി ചീസ്മേ ഒരു കാര്യത്തിലോ, കോയി ദിൽജസ്പി നെഹി ഹെ ഒരു താല്പര്യവും ഇല്ല. ദിൽജസ്പി എന്ന് പറഞ്ഞാൽ താല്പര്യത്തിന് പറയുന്ന ദിൽജസ്പി. നെഹി ഇല്ല, ദിൽജസ്പി നെഹി താല്പര്യം ഇല്ല. ഉസേ കിസി ബി ചീസ്മേ കോയി ദിൽജസ്പി നെഹി. പ്രശംസിക്കുക, പ്രശംസ കർണ. അത് മലയാളവുമായിട്ട് സാമ്യമുള്ളവരാണ്. പ്രശംസിക്കുക, പ്രശംസ കർണ. നിന്ദിക്കുക, ഘൃണ കർണ. ഘൃണ എന്ന് പറഞ്ഞാൽ നിന്ദ. ഘൃണ കർണ, നിന്ദിക്കുക. ഇതൊക്കെ ഇന്നത്തെ ഒക്കെ സിമ്പിൾ സെന്റൻസ് ആണ്, പക്ഷെ വെരി ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ്. അതുകൊണ്ട് നിങ്ങളത് പഠിക്കുക. സിമ്പിൾ ആണെന്ന് വെച്ചാൽ പഠിക്കാതിരിക്കരുത്. നീ മെലിഞ്ഞു പോയി, തും പത്ലി ഹുയി. തും പത്ലി ഹുയി. നീ തടിച്ചു പോയി എന്ന് പറയാ എങ്ങനെയാ? നീ തടിച്ചു എന്ന് വെച്ചാൽ പറയാ തും മോട്ടി ഹോഗി. ഓക്കെ, തും മോട്ടി ഹോഗി. മോട്ടിയുടെ ഓപ്പോസിറ്റ് ആണ് പത്ലി. പത്ലി എന്ന് പറഞ്ഞാൽ മെലിയ. നീ മെലിഞ്ഞു പോയി, തും പത്ലി ഹുയി. താങ്ക് യു ഫോർ വാച്ചിങ്.